തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രണ്ടാഴ്ചയെ തുടരുന്ന അമേരിക്കൻ നിർമ്മിത ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 തിരികെ കൊണ്ടുപോകാനായി ബ്രിട്ടനിൽ നിന്നുള്ള 25 വിദഗ്ധ സംഘം ഉടനെത്തും. ലോക്ഹീഡ് C-130 ഹെർക്കുലീസ് എന്ന കൂറ്റൻ വിമാനവുമായാണ് സംഘം എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ്. കഴിഞ്ഞ കുറേ നാളായി F-35 അവിടെ കിടക്കുകയാണ്. അവിടെ ഇന്ധനം തീർന്ന് അവിടെ ഇറക്കിയെന്നൊക്കെയാണ് പറയുന്നത്. അതിന് തിരിച്ചെടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിന് സാങ്കേതിക പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നു. അതേസമയം ഇതിനെ ഈ പറയുന്ന ഫ്ലൈറ്റ് ഇടുന്ന സ്ഥലത്തേക്ക് മാറ്റാനുള്ള നിർദ്ദേശങ്ങളൊന്നും പാലിച്ചില്ല. വണ്ടി അവിടെ തന്നെ കിടക്കും, അനക്കത്തിൽ അവിടെ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അവിടെ തന്നെ അങ്ങനെ കിടക്കുമായിരുന്നു, മഴയും വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ പഠിച്ച പണി 18 നോക്കിയിട്ട് പറത്താൻ പറ്റുന്നില്ല പൈലറ്റ് അവിടെ കസേരയിട്ട് അടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വാർത്തയായിരുന്നു. ടൂറിസം വകുപ്പ് അതെടുത്ത് പ്രമോലുമാക്കിയായിരുന്നു. മനീഷ് മൈവാൽ തുടരുന്നു. മനീഷ്, അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകാനാണ്? ഇത് പൊളിച്ച് ഓരോരോ പാട്ടുപാട്ടാക്കി ഈ പറയുന്ന കൂറ്റൻ വിമാനത്തിൽ കയറ്റി ചരക്ക് പോലെ കൊണ്ടുപോകാനാണോ പ്ലാൻ, മനീഷ്? ഹാഷ്മി, അത്തരം കാര്യങ്ങൾക്ക് വിദഗ്ധ സംഘം എത്തിയ ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ. ഏകദേശം 12:45 ബ്രിട്ടനിന്റെ അവിടെ വ്യോമസേനയുടെ വിമാനം 25 പേരടങ്ങുന്ന വിദഗ്ധ സംഘം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ലാൻഡിംഗ് നടക്കുന്ന റൺവേ ആണിത്. ഈ റൺവേയിലേക്കായിരിക്കും ഈ വ്യോമസേനയുടെ ബ്രിട്ടന്റെ വ്യോമസേനയിലെ പ്രത്യേക വിമാനമാണ്. ആ പ്രത്യേക വിമാനത്തിൽ 25 പേരടങ്ങുന്ന സംഘം എത്തും. 25 പേരടങ്ങുന്ന സംഘത്തിൽ ബ്രിട്ടന്റെ വ്യോമസേനയിലെ സാങ്കേതിക വിദഗ്ധർ മാത്രമല്ല, ഈ F-35B നിർമ്മാണ കമ്പനി, ആ ഫ്ലൈറ്റിന്റെ നിർമ്മാണ കമ്പനി, വിമാനത്തിന്റെ നിർമ്മാണ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധർ കൂടി എത്തുന്നു എന്ന ഇവർ എത്തിയ ശേഷം മാത്രമായിരിക്കും എന്താണ് ഈ F-35Bക്കുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന സംഘത്തിലുള്ള ആളുകൾക്ക് ഇനി ഇവിടെ വെച്ച് തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കൂറ്റൻ ചരക്ക് വിമാനമെത്തും. ഈ ചരക്ക് വിമാനത്തിൽ 80,000-ഓളം കിലോഗ്രാം ഭാരം വരുന്ന കാർഗോ ചുമക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള കൂറ്റൻ വിമാനമായിരിക്കും പിന്നീട് എത്തുക. അങ്ങനെയുള്ള വിമാനത്തിൽ നേരത്തെ 2019 അമേരിക്കയിൽ ഫ്ലോറിഡയിൽ വെച്ച് ഈ രീതിയിൽ അന്നും ഈ F-35B അവിടെ നിന്നും മറ്റൊരു കാരണം കൊണ്ട് തന്നെ അവിടെ വെച്ചൊരു കാർഗോ വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോയ സംഭവമുണ്ട്. അന്ന് കൊണ്ടുപോയപ്പോഴും ഇതിന്റെ ചിറകുകൾ മാറ്റിവെച്ച് കൊണ്ടുപോയ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ രീതിയിലേക്ക് അവലംബിക്കണോ എന്ന കാര്യം ഇവർ എത്തിയ ശേഷമായിരിക്കും തീരുമാനം. നിലവിൽ ഇവിടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ബേയിൽ തന്നെയാണ് കഴിഞ്ഞ 3 ആഴ്ചയായി തന്നെ ഈ വിമാനം ഇവിടെ കിടക്കുന്നത്. ഇവിടെ നിന്നും ഹാങ്ങറിലേക്ക്, അതായത് ഈ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്ന ഹാങ്ങറിലേക്ക് പോലും മാറ്റാൻ ബ്രിട്ടന്റെ വ്യോമസേന അനുവദിച്ചിട്ടില്ല. അതിവിടെ നിന്ന് മാറ്റരുത്, അവരുടെ ആഭ്യന്തര അല്ലെങ്കിൽ അവരുടെ സുരക്ഷ ഇതിനെ സംബന്ധിച്ച് ഇത്രയും അത്യാധുനിക വിമാനത്തെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ചോർന്നു പോകാനുള്ള ഇടയാകുന്നത് കൊണ്ട് തന്നെ വിദഗ്ധരെത്താതെ ഒരു കാരണവശാലും ഹാങ്ങറിലേക്ക് മാറ്റിക്കൂടാ എന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. ഒപ്പം തന്നെ ഈ വിമാനത്തിന്റെ നിർമ്മാണ കമ്പനിയുടെ ആളുകൾ എത്തുന്നത് വരെ അതിന്റെ കാലതാമസം ഉള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം 3 ആഴ്ചയോളം സമയമെടുത്തത്. ഇതിന്റെ എന്താണ് സാങ്കേതിക പ്രശ്നമെന്ന് ആദ്യം വന്ന വിവരങ്ങളല്ല പിന്നീട് വന്നത്. അതായത് ആദ്യം ഇന്ധനം എന്തോ നമുക്കറിയാത്ത കാര്യങ്ങൾ അതിലുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് മാറി വന്ന വാർത്തകൾ. ഇന്ധനം തീർന്നു, പിന്നെ സാങ്കേതിക പ്രശ്നം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇത് റഡാറുകളുടെ കണ്ണുപിടിച്ച് പറക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് സംവിധാനമുള്ള ശബ്ദത്തേക്കാൾ വേഗതയിൽ പായുന്ന ഒരു വിമാനമാണ്, ഒരു യുദ്ധവിമാനമാണ് F-35. എന്താണ് യഥാർത്ഥ ഉദ്ദേശം, എന്താണ് എന്ന കാര്യത്തിൽ അവ്യക്തതകൾ അവിടെ നിൽക്കുകയാണ്. എന്തായാലും അത് പറന്നു പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹാങ്ങറിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോൾ വേണ്ട, അവിടെ തന്നെ കിടക്കട്ടെ, ഞങ്ങളുടെ രഹസ്യം ഒന്ന് പോകും എന്നൊക്കെയാണ് ബ്രിട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി വ്യക്തത വരട്ടെ വരും മണിക്കൂറുകളിൽ.